പീഡനങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെയും വാസു വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കോന്നിയുടെ MLA ആദരണീയനായ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ വനം വന്യമൃഗ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നതും വനം വകുപ്പിൻ്റെ ഓഫീസിൽ കടന്നു ചെന്ന് അത് അദ്ദേഹം തന്നെയല്ല പോയത്. ഞാൻ മനസ്സിലാക്കുന്ന DYSP ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹവുമായിട്ടാണ് അദ്ദേഹം അവിടെ പോയത്. ആളുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ, കേസില്ലാത്ത ഒരാളിനെയാണ് സ്റ്റേഷനിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെയും ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും സംസാരിക്കുന്നതും പല തരത്തിലുള്ള വിമർശനങ്ങൾ, അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ളവരെ വിമർശനങ്ങൾ നടത്തുന്നതായിട്ട് കാണാനായിട്ടും കഴിഞ്ഞു. അത് ഒത്തിരി പ്രയാസം തോന്നി. കാരണം മനുഷ്യജീവന് വില കൊടുക്കാത്ത ഉദ്യോഗസ്ഥ വൃന്ദവും നേതാക്കന്മാരുമാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. കാരണം മനുഷ്യജീവൻ അവനവന് ദൈനംദിനം ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെ. ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാതെ ആരെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് അങ്ങേറ്റം തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പ്രത്യേകിച്ച് സാധാരണപ്പെട്ട ജനങ്ങൾ എല്ലാ മേഖലകളിലും, തണ്ണിത്തോട് മേഖലകളിൽ ചെന്നാലും എലിമുള്ളുംപ്ലാക്കൽ തൊട്ട് ഈ അടുത്ത സമയത്ത് ഞാൻ ചുമതല വഹിച്ചിരുന്ന ഇടവകയാണ്. ആ പ്രദേശം ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിൽ ചെന്നാലും കാട്ടാനയുടെയും കാട്ടുമൃഗങ്ങളുടെയും വളരെയധികം ഉപദ്രവങ്ങൾ നേരിട്ടുകൊണ്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ജനത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിൻ്റേതാണ് ഏറ്റവും പ്രധാനമായി. ആ ജനത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വനം വകുപ്പ് തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ പ്രകാശ് P. തോമസ് ഇന്ന് ഇത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കുകയുണ്ടായി. കാരണം ജനങ്ങളെ അറിയാതെ, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ യജമാനന്മാരെ പോലെ പ്രവർത്തിക്കുകയും ജനങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ MLA ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവർത്തനം സമൂഹത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളൊരു ബോധ്യം, അതുപോലെ തന്നെ ജീവിക്കുവാനുള്ള ഒരു ധൈര്യം ജനത്തിന് പകർന്നു കൊടുക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തിയുള്ള ഒരു പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയുകയില്ല. കാരണം അദ്ദേഹം സമൂഹത്തിലെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ള വനമേഖലയിൽ താമസിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങളെ പഠിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ മേഖല അത് നമുക്കെല്ലാവർക്കും അറിയാം. ചിറ്റാർ, സീതത്തോട്, തണ്ണിത്തോട് മേഖലകളെല്ലാം തന്നെ വനമേഖലകളാണ്. അപ്പം അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഇടപെടുന്ന ഒരു ആളിനെ ഒറ്റപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയാണ് ഞങ്ങളെ സംബന്ധിച്ച് അറിയിക്കുവാനുള്ളത്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ കോന്നി മേഖലയെ സംബന്ധിച്ച് അറിയിക്കുവാനുള്ളതെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.